അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്നത്തോടുകൂടി അൽഹംദുലില്ലാ നമ്മുടെ പാഠഭാഗം എ ഗിഫ്റ്റ് ഓഫ് ചപ്പൽ എന്ന പാഠം അഥവാ നമ്മുടെ ഹണികോംബ് മെയിൻ ടെക്സ്റ്റ് അത് ഇന്നത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് തീരുന്നതായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും അതിൻ്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രാമറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ആരുടെ മൃദുവിന്റെയും അല്ലെങ്കിൽ രവിയുടെയും ഒക്കെ മാമയുടെ ചെരുപ്പ് ആർക്ക് കൊടുത്തു? മാമയുടെ ചെരുപ്പ് യാചകനിക്ക് കൊടുത്തു. എന്നിട്ട് യാചകനോട് ഇത് ഇട്ട് പോവാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലായോ? ഗോപു മാമയുടെ ചെരുപ്പ് കൊടുത്തു. അങ്ങനെ ആര്? യാചകൻ സന്തോഷപൂർവ്വം, പക്ഷെ സന്തോഷം പുറത്ത് അറിയിക്കാത്ത വിധം അവൻ അഭിനയിച്ചുകൊണ്ട് ചെരുപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, these days children have no respect for elders. മൂത്തവരോട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് യാതൊരുവിധ ബഹുമാനവും ഇല്ല എന്ന് യാചകൻ പറഞ്ഞു. അല്ല, ആര്? മ്യൂസിക് മാസ്റ്റർ പറഞ്ഞു. മനസ്സിലായോ? ഈ മ്യൂസിക് മാസ്റ്റർ എന്നാണ് ആരെ? ഗോപുമാമയുടെ ചെരുപ്പ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു എന്ത്? ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊരു ബഹുമാനം ഇല്ല എന്ന ഡയലോഗ് വിട്ടു. ആര്? നമ്മുടെ മ്യൂസിക് മാസ്റ്റർ. വാട്ടിലൂടെ എന്ത് ചെയ്യാനാ? ഹനുമാൻ ഇൻകാർനേറ്റ്. ഇൻകാർനേറ്റ് എന്ന് പറഞ്ഞാല് അവതാരം. മനസ്സിലായോ? ഇൻകാർനേറ്റ് അവതാരം, രൂപം. അപ്പോ ഹനുമാൻ ഇൻകാർനേറ്റ്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊരങ്ങിന്റെ മുഖേക്കുള്ള മറ്റേ ഹിന്ദു ആചാരത്തിലുള്ള ഹിന്ദു വിശ്വാസത്തിലുള്ള ഹനുമാൻ ഉണ്ടല്ലോ, കൊരങ്ങിന്റെ മുഖേക്കുള്ള അഥവാ കൊരങ്ങിന്റെ ഒരു രൂപം, അതോ കൊരങ്ങ്. മനസ്സിലായോ? കൊരങ്ങ് എന്ന് വിളിച്ചു. ആരെ? നമ്മുടെ രവിയെ കൊരങ്ങ് എന്ന് വിളിച്ചു. ഹനുമാൻ ഇൻകാർനേറ്റ്, ഹനുമാന്റെ രൂപത്തിലുള്ള അവതാരമേ. മനസ്സിലായോ? ഹനുമാന്റെ രൂപത്തിലുള്ള അവതാരം പറഞ്ഞാല് കൊരങ്ങ എന്നർത്ഥം. മനസ്സിലായോ? എന്ന് പരിഹസിച്ച് വിളിച്ചു. ആര്? മ്യൂസിക് മാസ്റ്റർ. കാരണം രവി മ്യൂസിക് മാസ്റ്ററുടെ ചെരുപ്പ് ആർക്ക് കൊടുത്തു? യാചകനിക്ക് കൊടുത്തു. അപ്പൊ ദേഷ്യം കൊണ്ട് എന്ത് വിളിച്ചു? ഹനുമാൻ ഇൻകാർനേറ്റ്. മനസ്സിലായോ? കൊരങ്ങിന്റെ രൂപത്തിലുള്ള ജീവിയെ. മനസ്സിലായോ? കൊരങ്ങ എന്ന് വിളിച്ചു. Only Rama can save such a naughty fellow. Only Rama. രാമനിക്ക് മാത്രമേ സാധിക്കൂ. എന്തിനിക്ക്? To save such a naughty fellow. ഇത്തരം naughty ഈ തോന്നിയാസിയായ താന്തോന്നിയായ ഫെല്ലോ ജീവി, ഇത്തരം താന്തോന്നികളെ സംരക്ഷിക്കാൻ ആർക്കേ സാധിക്കൂ? രാമനിക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഹനുമാൻ ഇൻകാർനേറ്റ്, രാമ can only save this naughty fellow. ഇത്തരത്തിലുള്ള താന്തോന്നിയായി ജീവിക്കുന്ന, ഇത്തരത്തിലുള്ള തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ജീവികളെ സംരക്ഷിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? രാമനിക്ക് മാത്രമേ സാധിക്കൂ എന്നു പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ രുക്മിണീസ് ഐസ് ഫ്ലാഷ്ഡ്. രുക്മിണിയുടെ കണ്ണുകൾ ഫ്ലാഷ്ഡ്. അതെന്തായി? ഒന്ന് തിളങ്ങി അഥവാ ഒന്ന് മിന്നി മറിഞ്ഞു. മനസ്സിലായോ? ഫ്ലാഷ്ഡ്. രുക്മിണിയുടെ കണ്ണ് അത് ഒന്ന് മിന്നി മറിഞ്ഞു, സ്ഫുരിച്ചു. മനസ്സിലായോ? സ്ഫുരിക്കുക, മിന്നി മറിയുക, സ്ഫുരിക്കുക, മിന്നി മറിയുക എന്നർത്ഥം. ഏത്? ഫ്ലാഷ്. അഥവാ ഇത് കേട്ടപ്പോൾ എന്ത്? രുക്മിണിയുടെ കണ്ണ് ഒന്ന് മിന്നി മറിഞ്ഞു. കാരണം എന്ത്? തന്റെ മകനെ എന്ത് വിളിച്ചു? കുരങ്ങ് എന്ന് വിളിച്ചു. അതേത് പെറ്റതളയും സഹിക്കില്ല. അങ്ങനെ രുക്മിണിയുടെ കണ്ണൊന്ന് മിന്നി മറിഞ്ഞു. She did not seem to like Ravi being called a monkey. She did not seem to like രുക്മിണിയെ തോന്നുന്നില്ല. മനസ്സിലായോ? Don't seem അന്നല്ല, തോന്നുന്നില്ല. എന്തായിട്ട്? Did not seem അവളെ തോന്നുന്നില്ല. എന്തായിട്ട്? To like ഇഷ്ടപ്പെടുന്നതായി തോന്നുന്നില്ല. എന്ത്? രവിയെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായിട്ട്? Being called a monkey, ഒരു കുരങ്ങ് എന്ന്. Being called വിളിക്കപ്പെടുക. മനസ്സിലായോ? Being called.
പാസീവ് ടെൻസ്. മനസ്സിലായോ? ബീങ് കോൾഡ് വിളിക്കപ്പെടൽ. ആരെ? രവി. രവിയെ വിളിക്കപ്പെടൽ അഥവാ രവിയെ കുരങ്ങ് എന്ന് വിളിക്കൽ അവൾ ഇഷ്ടപ്പെടുന്നതായി അവൾ തോന്നുന്നില്ല. മനസ്സിലായോ? അവളുടെ ആ സമയത്തുള്ള മുഖഭാവവും എക്സ്പ്രഷൻസ് ഒക്കെ കണ്ട് രവിയെ കുരങ്ങ് എന്ന് വിളിക്കൽ അവള് ഇഷ്ടപ്പെടുന്നില്ല. ഇവനെ ഹോളിഹൽ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഒരു കുരങ്ങ് എന്ന് വിളിക്കൽ പോലും അവള് ഇഷ്ടപ്പെടുന്നില്ല. ഒരു പെറ്റ തള്ളയും സഹിക്കൂല. അതുപോലെ ആരും സഹിച്ചില്ല, രുക്മിണിയും സഹിച്ചില്ല. She stood stiff. അവൾ എന്ത് ചെയ്തു? വളയാതെ നിന്നു, നേരെ നിന്നു. Stiff വളയാതെ, വളയാതെ നിന്നു. And straight നേരെ. മനസ്സിലായോ? വളയാതെ അല്ലെങ്കിൽ സ്ട്രൈറ്റ് നേരെ അവള് നിന്നു. വളയാതെ നേരെ അവള് നിന്നു. എവിടെയാണ് നിന്നത്? ബൈ ദി ഫ്രണ്ട് ഡോർ. മുന്നിലെ മുൻവാതിലിന്റെ അടുക്കൽ അവൾ നേരെ ഉത്തരങ്ങ് നിന്നു. വളയാതെ നേരെ നിന്നു. ഇറ്റ് വാസ് ക്ലിയർ. ഇത് വ്യക്തമാകുന്നു. എന്ത്? ഷീ വാണ്ടഡ് അവൾ ആഗ്രഹിക്കുന്നു. ഹിം അവനെ ആഗ്രഹിക്കുന്നു. ആരെ? മ്യൂസിക് മാസ്റ്ററിനെ ആഗ്രഹിക്കുന്നു. എന്തായിട്ട്? ടു ലീവ് ക്വിക്ക്ലി പെട്ടെന്ന് പോവാൻ. മ്യൂസിക് മാസ്റ്റർ പെട്ടെന്ന് പോകണമെന്ന് ആരാഗ്രഹിക്കുന്നു? രുക്മിണി ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഷീ വാണ്ടഡ് ഹിം അവനെ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. എന്തായിട്ട്? ടു ലീവ് ക്വിക്ക്ലി പെട്ടെന്ന് പോവാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് പോലെ എന്ത് ചെയ്തു? നേരെ വാതിൽക്കല് കുത്തനെ നിന്നു. ഇനി when he had clutched off his chappals, when he had clutched off, clutched off, clutched off എന്ന് പറഞ്ഞാൽ ചടപട ശബ്ദം. മനസ്സിലായോ? ചടപട ശബ്ദം. അതിനെന്താ പറയാ? clutched off. clutched എന്ന് പറഞ്ഞാൽ ചടപട ശബ്ദം. ഓഫ് ചപ്പൽ ചെരുപ്പിന്റെ. മനസ്സിലായോ? clutched off in his new chappals. അപ്പോ when he had അവൻ ആക്കിയപ്പോൾ എന്ത്? ചടപട ശബ്ദമാക്കിയപ്പോൾ, ചടപട ശബ്ദം ഉണ്ടായപ്പോൾ. എവിടെ? ഇൻ ഹിസ് ന്യൂ ചപ്പൽ അവനിക്ക് കിട്ടിയ പുതിയ ചപ്പല്, പുതിയ ചെരുപ്പിൽ ചടപട ശബ്ദമുണ്ടായപ്പോൾ. അഥവാ അവന് ഇപ്പൊ ചടപട ശബ്ദം ഉണ്ടായ അവന് നടന്നു പോകുമ്പോ, ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവില്ല. അതാണ് ക്ലാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവന് നടന്ന് നീങ്ങിയപ്പോൾ, മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ പോവാൻ ആഗ്രഹിച്ചു. അവിടെ എന്ത് ചെയ്യും? അവൻ മ്യൂസിക് മാസ്റ്റർ പോയി. അഥവാ he had clutched off in his chappal എന്ന് പറഞ്ഞാല് അവൻ had gone അവൻ പോയപ്പോൾ. she said അവൾ പറഞ്ഞു, മൃദു come in, മൃദു വാ. മനസ്സിലായോ? മൃദു come in അകത്തേക്ക് വരൂ മൃദു. and have some tiffin. ടിഫിൻ എന്ന് പറഞ്ഞാല് ലഘുഭക്ഷണം. മനസ്സിലായോ? ടിഫിൻ എന്ന് പറഞ്ഞാല് ലഘുഭക്ഷണം. and have some tiffin അല്പം ലഘുഭക്ഷണം കഴിക്കാം. കമിൻ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ആര്? രുക്മിണി പറഞ്ഞു. ആരോടാ പറഞ്ഞത്? മൃദുവിനോട് പറഞ്ഞു. എന്ത്? കമിൻ അകത്തോട്ടേക്ക് വരൂ, ഉള്ളിലേക്ക് വരൂ. ഹാവ് സം ടിഫിൻ അല്പം നമുക്ക് ലഘുഭക്ഷണം കഴിക്കാം. എങ്ങനെയാ പറഞ്ഞത്? ഓണസ്റ്റ്ലി മാന്യമായി. ഓണസ്റ്റ് മാന്യത. മനസ്സിലായോ? ഓണസ്റ്റ്ലി മാന്യമായി കൊണ്ട് പറഞ്ഞു. പിന്നെ ഹൗ ഡു യു ചിൽഡ്രൻ തിങ്ക് ഓഫ് സച്ച് തിങ്സ്? ഹൗ ഡു യു ചിൽഡ്രൻ തിങ്ക് ഓഫ് സച്ച് തിങ്സ്? ഹൗ ഡു യു തിങ്ക് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഹൗ ഡു യു തിങ്ക് ചിൽഡ്രൻ കുട്ടികളെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? എന്തായിട്ട്? ഓഫ് സച്ച് തിങ്സ് അത്തരം കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചെടുക്കുന്നു? മനസ്സിലായോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഹൗ എങ്ങനെ? ഡു യു ചിൽഡ്രൻ തിങ്ക് എങ്ങനെ ചിന്തിക്കുന്നു? അബൌട്ട് സച്ച് തിങ്സ് അത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെ
ചിന്തിക്കുന്നു. ഏത് അവര് മ്യൂസിക് മാസ്റ്ററിന്റെ ചെരുപ്പെടുത്ത് കൊണ്ടുപോയല്ലോ, മറ്റേ ബേക്കറിന് കൊടുത്തല്ലോ. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? താങ്ക് ഗോഡ്. മനസ്സിലായോ? താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറയൂ. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറയൂ. കാരണം എന്താ? ഗോപു മാമ ഡസ് നോട്ട് വിയർ ഹിസ് ചപ്പൽസ് ടു വർക്ക്. ഗോപു മാമ ഡസ് നോട്ട് വിയർ, ഗോപു മാമ ധരിക്കാറില്ല. മനസ്സിലായോ? ഗോപു മാമ ഡസ് നോട്ട് വിയർ, ഡസ് നോട്ട് വിയർ ധരിക്കാറില്ല. എന്ത്? ഹിസ് ചപ്പൽ, അദ്ദേഹത്തിന്റെ ആ ചെരുപ്പ് ധരിക്കാറില്ല. എവിടത്തേക്ക് പോകുമ്പോൾ? ടു വർക്ക്, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ചെരുപ്പ് ധരിക്കാറില്ല. അതുകൊണ്ട് എന്തായി? നമുക്ക് മൂപ്പരിക്ക് മ്യൂസിക് മാസ്റ്ററിന് ആ ചെരുപ്പ് കൊടുക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ എന്ന അർത്ഥത്തിൽ പറഞ്ഞു. നിങ്ങളിപ്പോ ചെയ്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? താങ്ക് ഗോഡ്, ദൈവത്തിന് സ്തുതി നൽകൂ, സ്തുതി അർപ്പിക്കൂ. കാരണം എന്ത്? ഗോപുമാമ ഡസ് നോട്ട് വിയർ, അദ്ദേഹം ധരിക്കാറില്ല ഹിസ് ചപ്പൽ, അദ്ദേഹത്തിന്റെ ചെരുപ്പ് ധരിക്കാറില്ല. ടു വർക്ക്, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം ചെരുപ്പ് ധരിക്കാറില്ല. അതുകൊണ്ട് എന്താ? ചെരുപ്പ് ഇവിടെയായി. നമ്മൾ എന്ത് ചെയ്തു? മ്യൂസിക് മാസ്റ്ററിന് കൊടുത്തു. ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? when she walked towards the kitchen, അവൾ കിച്ചണിലേക്ക് നടന്നു നീങ്ങുമ്പോൾ. മനസ്സിലായോ? ആസ് എന്ന് പറഞ്ഞ അർത്ഥം എന്ത്? ആസ് അർത്ഥം ഈസ് when. മനസ്സിലായോ? when she walked, അവൾ നടന്നപ്പോൾ, towards the kitchen, അടുക്കളയുടെ ഭാഗത്തേക്ക് അവൾ നടന്നു നീങ്ങുമ്പോൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? മനസ്സിലായോ? കാര്യം ഗുരുതരമാണെന്ന് പറഞ്ഞു. ആരുടെ കൂടെ? വിത്ത് മൃദു ആൻഡ് മീന, മൃദുവിനോടൊപ്പവും മീനയോട് കൂടെയും അവൾ കിച്ചണിലേക്ക് നടന്നു നീങ്ങുമ്പോൾ പറഞ്ഞു. കുട്ടികളെ, ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, ചിന്തിച്ച് മനസ്സിലാക്കുന്നത്? She suddenly began to laugh. അവൾ suddenly began, അവൾ പെട്ടെന്ന് തുടങ്ങി. എന്തിനിക്ക്? to laugh, ചിരിക്കാൻ തുടങ്ങി. ആര്? റുക്മിണി പെട്ടെന്ന് തന്നെ ചിരിയും തുടങ്ങി. പക്ഷേ he is always in such a hurry to throw off his shoes and socks and get into his chappals as soon as he comes home. പക്ഷേ ആര് ചിരി തുടങ്ങി? നമ്മുടെ റുക്മിണി ചിരിയും കളിയൊക്കെ തുടങ്ങി. കാര്യങ്ങളൊക്കെ ചെറുങ്ങനെ ഒന്ന് ലൂസാക്കി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവൻ, ആര്? നമ്മുടെ രവി. നമ്മുടെ രവി ഓൾവേസ്, എപ്പോഴും ഇൻ സച്ച് എ ഹറി, ഒരു ധൃതിയിലാകുന്നു. മനസ്സിലായോ? ഒരു തിരക്കിലാകുന്നു. എന്താ തിരക്ക്? ഇന്നേ ഹറി, അവൻ തിരക്കിലാകുന്നു. ഏതാ തിരക്ക്? എന്തിനുള്ള? to throw off എന്നാൽ എറിയുക, വലിച്ചെറിയുക. throw off, എറിയാൻ. his shoes, അവന്റെ ചെരുപ്പ് എറിയാനുള്ള തിരക്കിലാണ്. പിന്നെ എന്തോ? ഷൂസ് ആൻഡ് സോക്സും ഷൂവും എറിയാനുള്ള തിരക്കിലാണ്. ആൻഡ് ഗെറ്റ് ഇൻടു, അത് ലഭിക്കാൻ, ഗെറ്റ് ഇൻടു, ആ ചെരുപ്പ് കണ്ടെത്താൻ, ലഭ്യമാക്കാനുള്ള തിരക്കിലാകുന്നു. മനസ്സിലായോ? ഹിസ് ചപ്പൽസ്, അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ ലഭ്യമാക്കേണ്ടത്, അത് എറിയാനുള്ള തിരക്കിലാകുന്നു. അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ അദ്ദേഹത്തിന് ചെരുപ്പൊന്നുമില്ല, ചെരുപ്പുള്ള ചെരുപ്പന്നെ കിട്ടിയിട്ടില്ല, അതന്നെ അവര് വെഗറിന് കൊടുത്തതാണ്. അപ്പൊ എന്താണ്? ഇനി അദ്ദേഹം മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കും. ആ ചെരുപ്പ് വലിച്ചെറിയാനുള്ള പരിപാടി. കാരണം എന്ത്? ഇദ്ദേഹത്തെ നികൃഷ്ട ജീവിയാക്കി ചിത്രീകരിച്ചിട്ടാണ് ആര് പോയത്? മ്യൂസിക് മാസ്റ്റർ പോയത്. അപ്പൊ അതിൻ്റെതായ ഒരു ദേഷ്യം ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അത് തീർക്കാൻ വേണ്ടി നമ്മുടെ രവി മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കുന്നു. എന്തിന്? to throw off his shoes and socks, അദ്ദേഹത്തിന്റെ ചെരുപ്പുകളും ചപ്പലും സോക്സ് ഒക്കെ വലിച്ചെറിയാനുള്ള പദ്ധതിയിലാണ് ആര്? നമ്മുടെ രവി നിൽക്കുന്നത്. എപ്പോഴാണ് അവന് എറിയാൻ പദ്ധതി ഇടുന്നത്? as soon as he comes,
അവൻ as soon as he comes. as soon as അവൻ വരുമ്പോഴൊക്കെ. മനസ്സിലായോ? he comes. as soon as he comes അവൻ വരുമ്പോഴൊക്കെ. അവൻ വീട്ടിലേക്ക് മ്യൂസിക് പഠിപ്പിക്കാൻ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ ചെരുപ്പ് എറിയാനുള്ള പദ്ധതിയിലാണ് രീതിയിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ രവി ഇരിക്കുന്നത്. മനസ്സിലായോ? വീട്ടിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ as soon as he comes അവൻ വരുമ്പോഴൊക്കെ. മനസ്സിലായോ? What is your mama going to say this evening? What is your mama going to say? What is your mama going to say? എന്താണ്? What is എന്താകുന്നു? Your mama നിന്റെ മാമ going പോകുന്നത്. എന്താണ് നിന്റെ മാമ പോകുന്നത്? എന്തിന്? get to say പറയാൻ. എന്താണ് നിന്റെ മാമ പറയാൻ പോകുന്നത്? മനസ്സിലായി? ഞാൻ ഇങ്ങനെ അർത്ഥം വെക്കുന്നത് ഇതിന്റെ വേർഡിന്റെ അർത്ഥങ്ങളും കൂടി അത് പഠിച്ച് അതിന്റെ പ്രയോഗങ്ങളോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥം ശരിക്കും പറഞ്ഞിട്ട് എന്റെ പ്രയോഗം കൂടി പറഞ്ഞത്. അപ്പൊ വാട്ട് ഈസ് യുവർ മാമ ഗോയിങ് ടു സേ? മനസ്സിലായോ? ഗോയിങ് ടു സേ, ഗോയിങ് എന്നാ പോവുക. എന്തിന്? ടു സേ പറയാൻ. നിന്റെ മാമ എന്താണ് പറയാൻ പോകുന്നത്? ദിസ് ഈവനിങ് ഈ വൈകുന്നേരം നിന്റെ മാമ ഈ വൈകുന്നേരം എന്താ പറയാൻ പോവുക? എന്താ പറയാ? when I tell him. എപ്പോ? when I tell him ഞാൻ അവനോട് പറയുമ്പോൾ, നിങ്ങളുടെ മാമയോട് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മാമ എന്താണ് പറയാൻ പോകുന്നത്? എന്ത് പറയാൻ പോകുന്നു? I gave his chappals to the music master. ഞാൻ നിങ്ങളുടെ ചെരുപ്പ് മ്യൂസിക് അധ്യാപകനിക്ക് നൽകി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാമ എന്താണ് പറയാൻ പോവുക? മനസ്സിലായോ? അപ്പോ ബാക്കി ഇങ്ങനെ കഥ നടന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. കഥ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി എന്ത് വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. മനസ്സിലായോ? അപ്പോ ഇതോടുകൂടെ നമ്മുടെ പാഠം ഇവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് 2 ദിവസം കൂടി നമുക്ക് കഴിഞ്ഞ് ഇതിന്റെ വർക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഗ്രാമറിലേക്ക് പോവാം. ഇൻഷാ അല്ലാഹ്. സംശയം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.